ഗാസ വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ഉടൻ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് US, ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ധാരണയുടെ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് നടപ്പാക്കാൻ മാത്രമാണ് അവശേഷിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. US പ്രസിഡന്റ് ബൈഡൻ മുമ്പ് അവതരിപ്പിച്ച വെടിനിർത്തൽ പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് ചട്ടക്കൂടുണ്ടാക്കിയത്. ബൈഡനു പുറമെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ സിസി, ഖത്തർ അമീർ അൽ താനി എന്നിവരും പ്രസ്താവനയിൽ ഒപ്പുവച്ചിരുന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ സംഘർഷം പടരുന്നതൊഴിവാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് US-ന്റെ നേതൃത്വത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. 15-ന് ദോഹയിലും കൈറോയിലുമായി വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുമെന്നാണ് സൂചന. ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും ആവശ്യപ്പെട്ടു. ഇപ്പോൾ പരിഗണനയിലുള്ള വെടിനിർത്തൽ കരാറിൽ എത്രയും വേഗം തീരുമാനമുണ്ടാക്കണമെന്നും പറഞ്ഞു. മാസങ്ങളെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇനി നടപ്പാക്കേണ്ട താമസമേ ഉള്ളെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഗാസയിൽ ഇപ്പോഴും ബന്ദികളായി തുടരുന്ന 110 പേരെ തിരികെ എത്തിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ നിലപാടെന്ന് അധികൃതർ അറിയിച്ചു.